എന്നാലും ഈ സീതാലക്ഷ്മി എങ്ങനെയാ ഇത്ര വലിയ പണക്കാരിയായെന്നാ? എന്നിട്ട് ഇങ്ങോട്ടേ പടക്കപ്പല് പോലെ ഒരു വരവും. ജയശങ്കർ സാറിനോടുള്ള 18 വർഷം നീണ്ട പകയാണ് അവരുടെ ഇന്ധനം. അല്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കെട്ടിയവൻ തൂങ്ങിച്ചേത്ത് കിടക്കുന്നത് കണ്ട ആർക്കാ സഹിക്കുക? ആർക്കാ അതിന് കാരണക്കാരായവരോട് പക തോന്നാതിരിക്കുക? എന്നിട്ട് നിങ്ങൾ എന്ത് സംസാരിച്ചു തങ്കച്ചിയോട്? സ്വാമിക്ക് ഈ ഇടപാടിൽ എന്താണ് ശരിക്കുള്ള കണക്ഷൻ എന്ന് ചോദിച്ചു. കൃത്യമായൊരു ഉത്തരം കിട്ടിയില്ല. ആ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. സ്വാമി കൊള്ളൻ, കമ്മീഷൻ ഏജന്റ് അല്ലാണ്ടെന്താ? പിന്നെ സാർ ഒപ്പിട്ട ഒരു എഗ്രിമെന്റിന്റെ കോപ്പി പോലും സാറിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് തങ്കച്ചി വീമ്പിളക്കി. അത് സംഘടിപ്പിക്കണം. സ്വാമിയോട് പറയാം. സ്വാമിയാണല്ലോ ചതിയുടെ കളം ആദ്യം വരച്ചു തുടങ്ങിയത്. ജയശങ്കർ സാറേ, എന്താ സ്വാമി? സാറേ, സ്വാമി ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ, അതല്ല സ്വാമി കാരണം സാർ ഒരു കുരുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുരുക്ക് അഴിക്കാൻ സ്വാമിക്ക് അറിയാം. സ്വാമി കാര്യം എന്താന്ന് വെച്ചാ പറയേ. അല്ല, എന്നെന്തോ സംശയമുണ്ട് എന്നുള്ള മട്ടില് നിരഞ്ജൻ സാറ് പോയിട്ട് തങ്കച്ചീനെ കണ്ടിരിക്കുന്നു. ആണോ നിരഞ്ജൻ? അതെ, ഞാൻ തങ്കച്ചിയെ കണ്ടു. എന്താണ് തങ്കച്ചിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അറിയണമല്ലോ. അല്ലാതെ സാറിനെ ഇങ്ങനെ ഉമിത്തിയിലിട്ട് നീറ്റിയാ പോരല്ലോ. നിരഞ്ജൻ തങ്കച്ചിയോട് സംസാരിച്ചത് തെറ്റൊന്നുമില്ല. എന്റെ മകനല്ലേ നിരഞ്ജൻ? അങ്ങനെയല്ല സാറേ, അത് ശരിയല്ല. ഞാനെന്തോ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് എന്തോ കള്ളക്കളി കളിക്കുന്ന പോലെ നിരഞ്ജൻ സാറ് സംസാരിച്ചത്. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. സ്വാമിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാമിയുടെ ഉള്ളിൽ കിടന്ന് കുറ്റബോധം കുത്തുന്നതാ. അതെ, ഈ സ്വാമിക്ക് എന്തിനാ സാറാ കുറ്റബോധം? എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. എങ്കിൽ പിന്നെ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ദൂതന്റെയും ശിഷ്യന്റെയും റോളിൽ ഒരല്പം ഒതുങ്ങി നിൽക്കുന്നത് തന്നെയാ നല്ലത്. തങ്കച്ചി ആരാണെന്നും തങ്കച്ചിയെ കളത്തിലിറക്കി ഈ കളി കളിക്കുന്നത് ആരാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാ ഞാൻ. പിന്നെ ജയശങ്കർ സാർ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റുകളുടെ എല്ലാം കോപ്പി തരാൻ തങ്കച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിക്കൊണ്ട് തരേണ്ട ഉത്തരവാദിത്വം സ്വാമിക്കാ. സാറായിട്ട് മുമ്പോട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി സാർ എന്നെ കാര്യങ്ങൾ പോയി ചെയ്യും. ഈ പാവം സ്വാമിയെ അല്പം ഒതുങ്ങി നിന്നേക്കാം. അല്ലാതെ ഞാൻ എന്തു പറയാനാണ്? സ്വാമി, ഇതിന്റെ പേരിൽ നിരഞ്ജനുമായിട്ട് സ്വാമി ഒരു വാഗ്വാദത്തിനോ വാക്കുതർക്കത്തിനോ നിൽക്കണ്ട. അല്ല, വീട്ടിലുള്ളവരോട് തർക്കിക്കാനും തറുതല പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സ്വാമിക്ക് കൊടുത്തത് ആരാ? നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കണ്ട. ഓ, ഇനിയിപ്പൊ എണ്ണ ഒഴിച്ചാലും വെള്ളം ഒഴിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മൊത്തം കത്തിത്തീരാറായില്ലേ? തങ്കച്ചി ഇങ്ങോട്ട് ഒരുപാട് കോഴ്സ് ഇറക്കിയ അവർക്കറിയാൻ പാടില്ലാത്ത കോഴ്സ് അവരെ നമ്മൾ പഠിപ്പിക്കും. അതും കൂടെ സ്വാമി ഒന്ന് പറഞ്ഞേക്ക്. അപ്പോ മനോഹരനും മരുമകളും കൂടി പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ? അതെ, അത് കഴിഞ്ഞ് കൃഷി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവൻ ഒരു കോപ്പിലെ ഓഫീസിലും പോവില്ല. അവനെ കൊണ്ടുപോയി ഓടത്തെ കെട്ടിടത്തിൽ ഇരുത്തിക്കും. ഇരുത്തിക്കണം. പറ്റിയാലേ ആ ദേവികയും കൊണ്ടുപോകണം. സ്റ്റേഷനിൽ വെച്ച് മനോഹരന് 2 ഞൊട്ട് കിട്ടുന്നത് അവളും കാണട്ടെ. മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ മനോഹരന് തോന്നിയത് വളരെ നന്നായി. നാട്ടുകാർ കാണുക വേണം അവനെ തൂക്കിയെടുത്ത് വണ്ടിയിലിരുത്താൻ. എല്ലാവരും കാണട്ടെ ഈ നടേശൻ സാറിന്റെ പവർ. പിന്നെ അല്ലാതെ
അല്ലാതെ വീട്ടിൽ വന്ന് കഞ്ഞിക്കലവും കറിച്ചട്ടിയും പോലീസ് ചവിട്ടി പൊട്ടിക്കുന്നേ ഓൾഡ് ഫാഷന്. ആ റൂബി എസ് ഐ ആയിരിക്കും വരുന്നത്. ഒരു മയവും ഇല്ലാത്ത ടീമാ താനീ കാട്ടാളത്തി. വരട്ടെ ഷാജി, എല്ലാം നടേശൻ സാറിന്റെ കുട്ടികളല്ലേ. ജാമ്യം കിട്ടാത്ത വകുപ്പിന് ഇടണേ സാറേ. ഇല്ലെങ്കിലേ സിദ്ധാർത്ഥൻ കോട്ടിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോവും ആ മനോഹരന്. അങ്ങനെ വന്നാല് ഭാവി അമ്മായച്ചന്റെ മുന്നില് അമ്മാര് മകൻ ജയിക്കും എന്ന് വെച്ചാ സാറ് തോക്കുമെന്ന്. സാറ് തോക്കരുത്. തോൽക്കില്ല. അവനെ തോൽപ്പിക്കാൻ വേണ്ടി കൂടിയാ ഞാൻ ഈ കളിക്ക് നിൽക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമല്ലേ ഷാജി? മനോഹരനെ പോലീസ് പൊക്കുമ്പോ ഈ നടേശൻ സാറും അവിടെ വേണ്ടേ? ഒന്ന് വലിക്കട്ടെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇന്ന് മനോഹരന്റെ ശ്വാസകോശം കൂടുതൽ സ്പോഞ്ച് പോലെയാകും. എന്ന് വച്ച പൂമ്പിടിച്ച് വാട്ടുമെന്ന്. മഴ, തണുപ്പ്, ചുക്ക് കാപ്പി. ആഹാ, അന്തസ്. ജോൺസൺ മാഷിന്റെ പാട്ടുകളുടെ കാര്യം സൂചിപ്പിച്ചില്ല. പാട്ട് കേൾക്കാൻ പറ്റിയ മൂടാണല്ലോ ഇപ്പൊ നമ്മുടേത്. യുദ്ധവും സമാധാനവും നമ്മുടെ മനസ്സിലല്ലേ അക്ഷര. പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം, ഒറ്റയടിക്കല്ല, ഒന്നൊന്നായി. ഓരോന്ന് പരിഹരിച്ചു വരുമ്പോഴേക്കും അടുത്ത പ്രശ്നം തുടങ്ങുകയല്ലേ. അതാണ് ഭാര്യയെ ജീവിതം. സ്വാമി നിന്ന് ചീറ്റുന്ന കണ്ടപ്പോ മോന്തയ്ക്കൊന്ന് കൊടുക്കാൻ എനിക്ക് കൈ ധരിച്ചതാ. കള്ളം പിടിക്കപ്പെടുവോന്ന ഭയമാ ഭക്തഹനുമാന്. ചിലപ്പോ അതാവാം. അല്ലെങ്കിൽ തന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ ആത്മരോഷമാവാം. ആ, തങ്കച്ചിയെ കണ്ടിട്ട് വരും വഴി ഞാൻ വിശാലിനെ കണ്ടിരുന്നു. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിപ്പോ ശ്രുതിമോളെ കാണുമായിരിക്കും. തൽക്കാലം ആ യാത്ര നീട്ടിവെക്കാമെന്നാണ് വിശാലിന്റെ പക്ഷം. അതെന്താ അവനിപ്പോ അങ്ങനെ ഒരു തോന്നല്? ശ്രുതിമോൾ എവിടെയെന്ന് തങ്കച്ചി ട്രേസ് ചെയ്യുമെന്നാണ് വിശാലിന്റെ സംശയം. തങ്കച്ചി എന്തിനാ എന്റെ കുഞ്ഞിനെ ട്രേസ് ചെയ്യണം?